ഈ സിലിസിലാണെ കൊണ്ട് വലിയ ശല്യമാണല്ലോ. ഇനിയും പോയി നീ കാരണം ഞാൻ എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് അറിയോ? ദുഷ്ട, നോക്കിക്കോ, നീയും ഇതേ വേദന അനുഭവിക്കും. ജന്മാന്തര വിരഹ വേദന നീ അനുഭവിക്കും. ഇതാണ് എന്റെ ശാപം. ഞാനെന്താ ചെയ്ത്? പോടാ ബോധമില്ലാത്തവനെ. എല്ലാവന്മാരും ഒരു പ്രാവശ്യം താഴ്ത്തടാ തലകൾ. ബാബ, എനിക്കൊരു ചെറിയ ഡൗട്ട്. ചോദിച്ചോടാ. സുന്ദരിയായ പെൺകുട്ടി, അതും അവിടുത്തെ രാജകുമാരി, പ്രേമിക്കെന്നും പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കുമ്പോ അതൊന്നും കണ്ടില്ലാന്ന് നടിച്ച് ഒരു ബോധമില്ലാതെ ഞാനെന്തിനാ വെറുതെ അവളെ വേണ്ടെന്ന് വെക്കുന്നേ? അതിനും നല്ല ചെലവ് വരുമല്ലോ മോനെ. ചെലവുണ്ടല്ലേ? ഏതെങ്കിലും ഒരു ദിവസം ഒരു രാത്രി ഈ ബനാന ആശ്രമം ഞങ്ങൾ ഈ ചെടിക്കാൻ കൊള്ളയടിക്കും. അന്ന് എനിക്ക് സ്വന്തമായിട്ട് ബനാന പോലും ഉണ്ടാവില്ല. മോനെ, വീണ്ടും എന്നെ കാണിച്ചേക്കല്ലടാ, എനിക്ക് താങ്ങാൻ പറ്റൂല. മോനെ, നീ എഴുന്നേക്കണ്ടാ, ഇരുന്നുകൊണ്ട് തന്നെ പുറത്തെടുത്തോടാ. എന്താടാ ഇത്? സോറി ബാബ. ജയ് ബനാനായ നമഃ. ഇനിയെങ്കിലും വേഗം കാര്യം പറ. ഇപ്പോ പൊക്കിക്കോടാ, തലകൾ മാത്രം. ബാബ, 1 2 3 പൊക്കിക്കോ. എടാ മക്കളെ, ഇനിയിപ്പോ തല താത്തിക്കോടാ. നിങ്ങളുടേതും ജന്മജന്മാന്തര ബന്ധുവാണല്ലേ? സോറി നീ പറ. ബാബ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ധീരനല്ലെന്നാണ്. ധീരൻ തന്നെയാണ്, പക്ഷേ ആണത്തമില്ല. നിന്റെ ബനാനയില് പവർ ഇല്ല മോനെ. അപ്പൊ ജാനിയുടെ നമ്മുടെ ജാനിയപ്പ വീക്കല്ലേ? ബാബ, ഒരു മിനിറ്റ് എടുത്ത് സംസാരിക്കേ. നിന്റെ ഇഷ്ടം എന്താ? ആ യശോദയുടെ മോൻ രമേശ് ഇല്ലടാ, അവൻ അമേരിക്കക്ക് പോയി പട്ടിച്ചങ്ങല പോലത്തെ ഒരു നെക്ലേസ് അയച്ചു കൊടുത്തേക്കോ. അതിട്ടോണ്ട് അവരിങ്ങനെ നെഗളിച്ച് കറങ്ങി നടക്കുവാ. എനിക്കും അതുപോലത്തെ ഒരു നെക്ലേസ് വേണം മോനെ. എന്റെ ദൈവമേ, ഞാനത് അയച്ചോളാം. ഓ, ഇയാളെ കൊണ്ട് നിക്കടാ, നിന്റെ അച്ഛൻ പിടിക്ക്. എടാ മോനെ, ഞാനീ എനിക്കൊരു നല്ല കണ്ണാടി മേടിച്ചേക്കടാ. അതും വെച്ചോണ്ട് ഇവിടെയൊക്കെ ഞാൻ കറങ്ങട്ടെ. ഒരു പഴഞ്ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? ഇരുന്നിട്ടേ കാല് നീട്ടാവുന്നേ. ഇപ്പൊ അതൊക്കെ എന്തിനാടാ? എന്തോ എനിക്കിപ്പോ പറയാൻ തോന്നി, വെക്ക്. അവൻ വെച്ചു. ബാബാ, എങ്ങനെയെങ്കിലും ഞാൻ എന്റെ പൊരിയെ പിടിച്ചോണ്ട് ഞാൻ ഇവിടേക്ക് വന്നിരിക്കും. നിന്റെ ഇഷ്ടം. അതേപോലെ തന്നെ നിന്റെ ആ പെങ്കൊച്ചിനും ബനാനയുടെ ടേസ്റ്റ് കിട്ടണം. നീ മനസ്സിലായി മോനെ. ഇപ്പം നീ പോയിക്കോ. എടാ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് ബായ് വരുന്നുണ്ട്? ഏത് ബായ്? ബായ് എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? നമസ്തേ ബായ്. എന്നെ എന്തിനടിച്ച ബായ്? തന്നാ അത് വാങ്ങിച്ചോണം. എന്തിനടിച്ചു, എവിടെ അടിച്ചു എന്നൊന്നും ചോദിക്കരുത്. നീ അങ്ങോട്ട് മാറിയേക്ക്. നീ ഒരുപാട് താണ് വണങ്ങി ബഹുമാനിക്കാതെ അവിടെ പോയിരിക്കും. ബായ് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ബായ്. നമുക്ക് ആദ്യം ഒരു സെൽഫി എടുക്കാം. വാ വാ ബായ്. ഇതിന് മാത്രമേ കുഴപ്പമില്ല. ചിരിക്കും ബായ്. നീ ഇങ്ങനെ ഓരോ ദിവസം ഓരോ പെണ്ണുങ്ങളെ വെച്ചോണ്ടിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞവളെ മാത്രം പിടിച്ചു തരാൻ പറ്റില്ല. അല്ല, ഇത് ഭയങ്കര സെൻസിറ്റീവ് മാറ്റർ ആണ് ബായ്. ആ പെങ്കൊച്ച് എങ്ങോട്ടും പോവില്ല. ഓർഡറെ പിടിച്ചെന്നേക്കാം. അത് എപ്പോഴാണെന്ന് ചോദിച്ചേ? എന്റെ ബായ്, ആ പെങ്കൊച്ചിനെ പിടിക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ ഏറ്റവും നല്ല പോക്കറ്റ് അടിക്കാരനെ സെറ്റാക്കിയേക്കുന്നു. ജാനി എന്നാ അവന്റെ പേര്. അവൻ ആ പെങ്കൊച്ചിനെ പൊക്കിയിരിക്കും. കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ? ഉറപ്പായിട്ടും കിട്ടിയിരിക്കുന്നേ. അവളെ എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ
പിന്നെ നിന്റെ കൂടെയുള്ളവളെ ഞാൻ കൊണ്ടുപോകും മോനെ. മതി, എടുക്ക്. ഇന്നാ നമ്മുടെ ജീവിതം എന്താ? നീ പൊരിയ സ്വപ്നം കണ്ടിട്ടാണല്ലോ എന്റെ കൂടെ ഗെയിം കളിച്ചത്. ആ മണ്ടനാണെങ്കിൽ എന്നെ ചതിച്ച് എവിടേക്കോ ഒളിച്ചോടിപ്പോയി. ആരും ഈ ലോകത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഈ മുന്നിലിരിക്കുന്ന മദ്യം ഒഴിച്ച് ഇതെങ്ങാനും അകത്തേക്ക് ചെന്നാലുണ്ടല്ലോ, അകത്തിരിക്കുന്ന ആള് പുറത്തേക്ക് വരും. അടിച്ചോ അടിച്ചോ, അടിച്ചിട്ട് തുറന്ന് സംസാരിക്കേ. ചിയേഴ്സ്. ഇപ്പൊ ഞാൻ എന്ത് കുടിച്ചാലും എനിക്ക് സമാധാനം കിട്ടില്ല. പക്ഷെ ഞാൻ എന്റെ പൊരിനെ വേണം. നീ ഇങ്ങനെ ഇവിടെ കിടന്ന് വാശി പിടിച്ചിട്ട് എന്താ കാര്യമുള്ള മോനെ? ഈ ചോദിക്കുന്നതിന് എടുത്തു തരാനായിട്ട് അവളെന്താ ചോക്ലേറ്റാ? ശരി, എല്ലാം വിട്. ആ. നീ ആദ്യം മണ്ടനെ കണ്ടുപിടിക്കേ. അവനെ കണ്ടുപിടിച്ചിട്ട് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവൾ എവിടെയുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അമ്പോ, അവൾക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗം അല്ലേ? മുഖത്തെ നാണം കണ്ടില്ലേ? ആദ്യം ഞാൻ ചോദിച്ചാലുള്ള മറുപടി പറ. എന്റെ മണ്ടന് വേറൊരു കാമുകയുണ്ട്. അടയാറ് ഭാഗത്തുള്ള അവളുടെ ഹോസ്റ്റലിന്റെ പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ടാവും. അടിയാറിനടുത്ത് വല്ല സ്പോട്ടും ഉണ്ടോ? അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. എത്രയും പെട്ടെന്ന് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുക, തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാം. അതായത് ഞാൻ പടയാറ് പോയി അവനെ അന്വേഷിക്കണം. പോവാം. ചെല്ലു. എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കുകയും ചെയ്യും. അടിക്കുന്നു. ഇറങ്ങട്ടെ? അവനെ കണ്ടുപിടിച്ച് കൊണ്ടുവരും ഞാൻ. അവനെ കിട്ടിയ എന്റെ അടുത്ത് കൊണ്ടാക്കണേ. അവനെ കൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, കൊണ്ടുവരാമേ. മറക്കരുത്. എടാ മണ്ട, നീ ഇങ്ങോട്ട് വായോ, നിനക്ക് കുറെ പണിയുണ്ട്. അതെ, അവിടെ ഒരു ഹോസ്റ്റല് പോലെ എന്തോ അല്ലേ? സെൽഫി ദാദയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഡെയിലി വിളിച്ച് ചോദിക്കും. നമസ്കാരം ദാദാ. ആ എന്തായി പെങ്കൊച്ചിനെ കിട്ടിയാ? കിട്ടിയാതാ? കിട്ടിയാ കിട്ടിയാ? എടാ എന്നാ വേഗം കൊണ്ടുപോവാ അവളെ ഇങ്ങോട്ട് വേഗം. കയ്യിൽ കിട്ടിയതായിരുന്നു, പക്ഷെ അവളെ രക്ഷപ്പെട്ടു പോയി. നീ എന്തൊക്കെയാണ് പറയുന്നത്? ദാദയല്ല എന്നോട് പറഞ്ഞ് അവളെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ എന്റെ കൊതിയൊക്കെ ആദ്യം അങ്ങ് തീർക്കാൻ. എന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കൊണ്ടുതരാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിന്റെ ഇടയിൽ അവൾ എന്റെ അടുത്ത് രക്ഷപ്പെട്ടു പോയില്ലേ. എടാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ ശരിയാവും? ആ ആടുബായി എന്റെ അടുത്ത് പെങ്കൊച്ചെന്തേന്നും ചോദിച്ച് തട്ടി കയറിക്കൊണ്ടിരിക്കാടാ. ഒന്ന് ഉഷാറായി നോക്ക്. ഏയ് നമുക്ക് സെറ്റ് ആക്കാൻ ദാദാ. നിന്നെ കൊണ്ട് നടപടിയാവില്ല, ഞാൻ നോക്കിക്കോളാം. വെച്ചേ. അത് നോക്കി. എടാ, ഈ ഏരിയ ഫുള്ള് ലേഡീസ് ഹോസ്റ്റലാണെന്നാ തോന്നുന്നത്. ഒന്ന് ചെക്ക് ചെയ്യും. ഈ സ്ട്രീറ്റ് കഴിഞ്ഞിട്ട് പോന്നേ. ആൾക്കാർ കൂട്ടുന്ന സ്ഥലമല്ലേ? ഈ വണ്ടി അവിടെ നോക്കി. എങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നിരുന്ന നമ്മുടെ ജാനിയ ആ പൊരി വന്നതിന് ശേഷമുള്ള മാറ്റം കണ്ടില്ലേ? ജാനിയുടെ നടപ്പ് കണ്ടാൽ തന്നെ അത് മനസ്സിലാകും. ഒരു രക്ഷയില്ല വണ്ടി എടുത്തോ. ഈ പരിസരത്തൊന്നും അവനില്ല. എന്ത് ചെയ്തിട്ടാരും വേണ്ടില്ല, അവനെ കണ്ടുപിടിക്കാതെ തിരിച്ചു പോകാൻ പറ്റും. നമുക്ക് നോക്കാം, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അവനെന്റെ കൈ വന്നൊന്ന് പെട്ടോട്ടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. നോക്ക് ജാനി. നീ വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി. ലാന്ത്ര ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചിട്ട് വാ. എന്റെ പൊരിയെ കണ്ടുപിടിക്കാതെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. എന്ത് ചെയ്തിട്ടാരും കണ്ടുപിടിക്കാം. നിനക്ക് ഞാൻ ഒരു ഉമ്മ വരട്ടെ. നീ എന്തിനാ പേടിക്കുന്നു? ഞാനിവിടെ ഉണ്ടല്ലോ, നിന്റെ കൂടെ തന്നെ ഞാൻ എപ്പോഴും ഉണ്ടാവും. എനിക്ക് വേണ്ടി ഞാൻ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മുടെ നല്ലതിനാ. എല്ലാം വിശ്വസിക്കേ. സമാധാനമായിട്ട്. എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ദിവസം കൂടി ക്ഷമിച്ചാൽ മതി, ലൈഫ് സെറ്റിൽ ആവുമല്ലോ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്ത്. ആ മണ്ടൻ അവരുടെ കയ്യിൽ പെട്ടു. നീ എത്രയും പെട്ടെന്ന് അവന്മാരാ പുതിയ പിടിക്കും. എന്തായാലും ദാദയൊന്ന് വിളിച്ചു നോക്കും. നിങ്ങളൊക്കെ ആരാ? എന്നെ ഉണ്ടല്ലോ. എന്നെ വിടും. എന്നെ പറ്റിക്കാൻ നോക്കിയില്ലേ? ആ വണ്ടി അയ്യോ, ഞാൻ ഒന്ന് പറയട്ടെ. വലിച്ചു കയറാവനെ.